അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഷമ്മാസിനെയും നുസൈബയെയും സൗദിയെയും പറഞ്ഞയച്ചു എന്നതല്ലാതെ ഐഷുമ്മയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നില്ല. പടച്ച റബ്ബേ, അല്ലാ നീ കാത്ത് രക്ഷിക്ക് റഹ്മാനെ. സൗദരൻക്ക് അത്രണ്ട് വിശ്വാസം പോരാ. ഓള് ചില്ലറക്കാരിയല്ല റഹ്മാനെ, നീ കാത്ത് രക്ഷിക്ക് തമ്പുരാനെ. പഠിച്ചോൻ ഇബ്ലീസിൻ്റെ ഷെറിനെ തൊട്ട് കാത്ത് രക്ഷിക്കല്ലാ. എന്നാൽ ഈ സമയം സൗദ, അവൾ അതാ തിരിച്ചു വരുമ്പോൾ പിൻസീറ്റിൽ തന്നെയായിരുന്നു ഇരുന്നിരുന്നത്. പക്ഷേ പോകുമ്പോൾ കുറച്ച് വാശിയും ദേഷ്യവും ഉണ്ടായിരുന്ന സൗദ ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ വല്ലാതെ ആക്റ്റീവായിരുന്നു. നുസിയൊക്കെ വല്ലാത്ത രീതിയിൽ, നുസിയെ കൊണ്ട് കുട്ടീനെ ഞാൻ പിടിച്ചോളാം. പോകുമ്പോൾ ഒരു കുട്ടിയെ പോലും പിടിക്കാൻ അവൾക്ക് കഴിയുന്നുണ്ടായിരുന്നില്ല. തിരിച്ചു വരുമ്പോൾ അതാ വാ രണ്ടാളിങ്ങോട്ട് കൊണ്ടാ, ഞാൻ പിടിച്ചോളാം, ഞാൻ നോക്കിക്കോളാം, ഇനിയിപ്പോൾ എന്താ, വേണ്ട ഞാൻ പിടിച്ചോളാം, അല്ല ഇങ്ങോട്ട് തന്നേക്കേ, അതെ മോളെ ഞാൻ പിടിച്ചോളാം, മോനെ ജിം പിടിച്ചോ, അതല്ല നല്ലത്. ശരിക്കും അതാ അവൾക്ക് കൂടുതൽ താല്പര്യം ഷമ്മാസിൻ്റെ കുട്ടിയെ എടുക്കാനായിരുന്നു. അവൾക്കിഷ്ടം ഷമ്മാസിനെയാണ്. അതുകൊണ്ട് തന്നെ ഷമ്മാസിൻ്റെ കുട്ടിയെ അവൾ നല്ലോണം താലോലിക്കുന്നുണ്ട്, നല്ലോണം ചുംബിക്കുന്നുണ്ട്. ഓ എന്തൊരു മോളാന്നോ, ഓ പിന്നെ ശരിക്കും ഷാമോനെ മുറിച്ച് വെച്ചേക്കണില്ലേ കുട്ടി, മുഖത്ത് കണ്ട് നോക്കിയാലേ. അങ്ങനെ ഷമ്മാസിനെ സന്തോഷിപ്പിക്കുന്ന പല രീതിയിലുള്ള വർത്താനങ്ങളും ആണ് അവൾ പറയുന്നത്. എന്നാൽ നുസി പറഞ്ഞു, ഇത്ത ഞാൻ പിടിച്ചോളാം, നിങ്ങൾ അല്ല അതിനെന്താ മോളെ മോള് ഉമ്മച്ചിയാണ് കേട്ടോ, ഞാനും ഉമ്മച്ചി തന്നെയാണ്, കണ്ടില്ലേ മോൻക്കിപ്പോൾ ഉമ്മച്ചി നുസി ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇതാ ഞാനും മോളുടെ ഉമ്മച്ചിയാണ് കേട്ടോ. ഓ എന്താ ചിരിക്കണ കണ്ടില്ലേ, ഷാമോൻ്റെ അതേ ചിരി തന്നെ അല്ലേ നുസിയെ, അല്ലേ? ആ അതെല്ലാവരും പറയും. എന്നാൽ പാവം നുസി, അവൾക്കൊന്നും അറിയുന്നില്ല, അവളുടെ ഓരോ കള്ളക്കളികളാണ് ഇതൊന്നും. കൂടുതലായിട്ട് ഷമ്മാസിൻ്റെ കുട്ടിയെ അവൾ എടുക്കുകയാണ്, അവളുടെ കുട്ടിയെ അവൾ മെയിൻറ്റെയിൻ ചെയ്യണില്ല. എനിക്ക് ചിലപ്പോൾ ഈ ആൺകുട്ടികളെ തന്നെ കണ്ടുകൂടാ, എനിക്ക് വലിയ പൂതിയാണ് പെൺകുട്ടിക്ക്. പക്ഷെ എനിക്ക് ഉണ്ടായത് ആൺകുട്ടികളാണ്. ആൺകുട്ടികളാകുമ്പോൾ ഒരു രസമില്ലല്ലോ. പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് നല്ല മട്ടത്തിന് കുളിപ്പിച്ച് മാറ്റി ഒരുക്കി ഡ്രസ്സൊക്കെ ഇട്ടെടുത്ത് മുടിയൊക്കെ കെട്ടി നല്ല രീതിയിൽ നല്ല മട്ടത്തിൽ കൊണ്ടെടുക്കാമല്ലോ. ഇതിപ്പോൾ അതൊന്നും പറ്റൂല. എനിക്ക് സത്യം പറഞ്ഞാലേ ഭയങ്കര ഒരു മൂഡ് ഓഫാണ് ഈ ആൺകുട്ടി എന്ന് പറഞ്ഞപ്പോൾ തന്നെ. അതാണ് ഞാൻ വല്ലാതെ അതിനെടുക്കാൻ വരാത്തത്. എന്നാൽ നുസി പറഞ്ഞു, എൻ്റെ പൊന്നു സൗദത്താ, നമുക്ക് അള്ളാഹു നൽകുന്ന നമുക്ക് കൈകളും നീട്ടി സ്വീകരിക്കേണ്ടേ. ആണായാലും പെണ്ണായാലൊക്കെ മക്കൾ തന്നെയല്ലേ, അവർക്ക് നമ്മൾ നല്ല രീതിയിൽ അവരെ പരിചരിക്കണമല്ലോ, അങ്ങനെയാണല്ലേ വേണ്ടത്. ആ അതൊക്കെ ശരി തന്നെയാണ്. എന്നാലും തന്നെ നമുക്ക് ഒരു ഇഷ്ടം ഉണ്ടാവില്ല. എനിക്ക് എന്താണെന്നറിയില്ല, പെൺകുട്ടികളോട് ഭയങ്കര ഇഷ്ടമാണ്. അല്ല സൗദ, പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ അനിയത്തിമാരൊക്കെ ഉണ്ടല്ലോ, 3 അനിയത്തിമാരില്ലേ, എന്നിട്ട് പെൺകുട്ടിനോടാണോ ഇഷ്ടം? ആ നമുക്ക് അങ്ങനെ എല്ലാ പെൺകുട്ടികളോടും എനിക്ക് ഇഷ്ടമൊന്നുമില്ല. എനിക്ക് ഈ കുട്ടീനോട് ഭയങ്കര ഒരു ഇഷ്ടമാണ്. എന്താ അറിയില്ല, ഈ കുട്ടീനെ കണ്ട് കാണുമ്പോൾ എനിക്ക് കണ്ട് കടിച്ച് തിന്നാൻ തോന്നും. എന്നാൽ പാവം നുസൈബ് അത് കേട്ട് ചിരിച്ചു. എൻ്റെ ഇത്താൻ്റെ ഒരു കാര്യം, എന്നാലും മോളെക്കാരനും തടിമിടുക്ക് മോനാണ് കേട്ടോ ഉള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ മോനാണ് ഒന്നും കൂടി ഉഷാറെന്ന് തോന്നുന്നുണ്ട്. മോള് പിന്നെ കുറച്ച് മെലിഞ്ഞിട്ടാണ്, അത്ര തടിയില്ലല്ലോ. ഓ കുറേ തടിമ്മലല്ല കാര്യം, നമുക്ക് ഓരോ കുട്ടികളോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാലേ നമ്മൾ പിന്നെ അവൾക്ക് ഭയങ്കര ഒരു ഇതായിരിക്കും. എന്നാൽ ഷമ്മാസ് കാര്യമായിട്ടൊന്നും മിണ്ടിയില്ല. കാരണം അവൻക്കറിയാമായിരുന്നു മുഹ്സിൻ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ. പഠിച്ചോനെ നീ കാക്കണേ, ഉമ്മ വീട്ടിലില്ല ഞാൻ ഒരു കഥയാണ്, ഉമ്മല്ല ഞാൻ ആകപ്പാട് ഇടങ്ങാറായിരിക്കും. ഷമ്മാസിൻ്റെ മനസ്സിൽ അങ്ങനെയുള്ള ചിന്തകളായിരുന്നു. എന്നാൽ വീടെത്തി പോകുമ്പോൾ വളരെയധികം വിഷാദം മനസ്സോടുകൂടി പോയ സൗദ തിരിച്ചു വരുമ്പോൾ വളരെയധികം ഹാപ്പി ആയിട്ടാണ് വരുന്നത്. അവൾ ഷമ്മാസിൻ്റെ കുട്ടിനെ എടുത്ത് വേഗം അതാ റൂമിലേക്ക് പോകുന്നു. എവിടെ ഉമ്മച്ചിൻ്റെ കുട്ടി എവിടെ? ആ മോളെ, പിന്നെ ആ എന്താണ് ശരി. എന്നാൽ അവളുടെ മോനെ നോക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, നുസി മോനെ തീരെ മൈൻഡില്ലല്ലോ. എൻ്റെ ഇക്ക അതൊക്കെ ഒരു അസുഖത്തിൻ്റെ ഭാഗമായിരിക്കും, അതൊന്നും സാരമില്ല, നമുക്ക് നമുക്ക് 2 മക്കളെ നല്ലപോലെ നോക്കാം, ഒരു മാറ്റവും കാണിക്കണ്ട, പാവല്ലേ. എന്നാൽ നുസൈബ വേഗം തന്നെ കുഞ്ഞിന് പാല് കൊടുക്കുന്നു. ആദ്യം തന്നെ പാല് കൊടുത്തത് അതാ സൗദിയുടെ കുട്ടിക്കായിരുന്നു. 2 പേർക്കും നല്ല രീതിയിൽ കൊടുക്കും. അവൾ 2 മുലകളും കുടിപ്പിച്ചു കുട്ടിയെ അവിടെ ബെഡിൽ കിടത്തി സന്തോഷം കൊണ്ട് അത് കൈകാലിട്ടടിക്കുന്നു. നുസി മോൾക്ക് കൊടുക്കണ്ടേ? ആ മോൾക്ക് കൊടുക്കുക. സൗദത്താ, ആ പിന്നെ തെരി കുട്ടിക്ക് പാൽ കൊടുക്കട്ടെ. ഓൾക്ക് പാലൊന്നും വേണ്ട പെണ്ണേ, ഞാനൊന്ന് കുടിപ്പിച്ച് നോക്കട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. ശരിക്കും ഷമ്മാസ് അത് കേട്ടു. അത് കേട്ടപ്പോൾ
അവൻ്റെ മനസ്സൊന്ന് പതറിപ്പോയി. അല്ല, നിങ്ങൾ പാല് കൊടുക്കാറില്ലല്ലോ. എനിക്ക് മോന് പാല് കൊടുക്കാനാണ് പൊറുതിയുടെ. എനിക്കിടെ തോന്നുന്നില്ല മോന് പാൽ കൊടുക്കും. മോൾക്ക് ഞാൻ ഒന്ന് കൊടുത്തു നോക്കട്ടെ. മോള് കുടിച്ചെങ്കിലോ? എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ലോണം പാല് നിറഞ്ഞു വന്നിക്കണ്. കണ്ടില്ലേ എൻ്റെ സ്ഥലങ്ങളൊക്കെ ആകെ പൊന്തി നിൽക്കണ്. ശരിക്കും ഷമ്മാസിനെ കേൾക്കുകയാണ് അവളത് പറഞ്ഞത്. ഷമ്മാസിൻ്റെ ചിന്തകൾ അവൻ മാറ്റി. അവൻ പെട്ടെന്ന് അവിടെ നിന്നങ്ങ് പോയി. കാരണം അവളുടെ സംസാരം വേറെ രീതിയിലാണെന്ന് അവനക്ക് മനസ്സിലായി. എന്നാൽ ഷമ്മാസ് നുസിയോട് പറയട്ടെ എന്ന് വിചാരിക്കുകയാണ്. വേണ്ട, അവൾ മെഡിസിനെ കഴിക്കുന്ന, ഗുളിക കഴിക്കുന്ന കുട്ടിയാണ് സൗദ. അപ്പോൾ പിന്നെ അതിൻ്റെ ഒരു എഫക്റ്റ് കുഞ്ഞിനൊരിക്കലും വേണ്ട. അതൊരിക്കലും വേണ്ടെന്ന് പറയാൻ വേണ്ടി ഷമ്മാസ് നുസൈബയെ വിളിച്ചു. നുസി, ഇവിടെ വന്നേ. എന്തിക്ക? അതെ, കുഞ്ഞിന് പാല് കൊടുക്കണ്ട, നീ കൊടുത്താൽ മതി. എന്തിക്ക? ഞാനിപ്പോൾ അവളെ കുഞ്ഞിനൊക്കെ കൊടുക്കുന്നില്ലേ? അത് പറഞ്ഞിട്ട് കാര്യമില്ല, നീ കൊടുത്താൽ മതി. എൻ്റെ ഷാമോൻക്ക് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. നിങ്ങൾ ഇങ്ങനെയൊക്കെ? എൻ്റെ ഷാമോൻക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സ് കൊടുക്കുന്ന ആളായിരുന്നല്ലോ. എന്തിപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞത് കൊണ്ട് കേട്ടാൽ മതി. കുഞ്ഞിന് വാങ്ങി പാല് കൊടുക്ക്, അവളെ പാല് കൊടുക്കണ്ട. എന്തിക്ക? അവളൊരു മെഡിസിൻസൊക്കെ കുടിച്ച് എന്തൊക്കെ ഓർമ്മശക്തി ഇല്ലാതായതും അങ്ങനെയൊക്കെയാണ്. അത് കുഞ്ഞിനെ ബാധിക്കൂലേ? ഇക്ക, മുലപ്പാലിൽ എന്ത് ബാധിക്കാനാ? എത്ര തന്നെ മെഡിസിൻസ് കഴിച്ചാൽ എന്തൊക്കെ തന്നെയായാലും കുഞ്ഞിന് ശുദ്ധമായ പാലല്ലേ കിട്ടുക? നുസി, പറഞ്ഞത് കേൾക്ക്. എന്താ ഇക്ക നിങ്ങളിങ്ങനെ വാശി പിടിച്ചാൽ? നിങ്ങളിങ്ങനെ ഇല്ലായിരുന്നല്ലോ. നുസി, ഞാൻ പറയുന്നത് കേൾക്കണോ അത് അവൾ പറയുന്നത് കേൾക്കണോ നിനക്ക്? ഇക്ക, അവൾക്കും ഉണ്ടാവില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ? അവൾക്കും ഉണ്ടാവില്ലേ പാല് കൊടുക്കാനൊക്കെ ആഗ്രഹം? പാല് കൊടുത്തോട്ടെ, അവളുടെ കുഞ്ഞുണ്ടല്ലോ. ആ പൊന്നു മോൻക്ക് ഒരു തുള്ളി പാല് പോലും കൊടുക്കാതെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രമാത്രം റിസ്ക് എടുത്ത് അവളെങ്ങനെ ഇതാക്കണത്? കൊടുക്കാൻ പറയും, മോൻക്ക് പാൽ കൊടുക്കാൻ പറയും. ആഹാ, അവൾ അങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്തോളൂ ഉദ്ദേശം? ശരിക്കും ഷമ്മാസിന് ദേഷ്യമാണ് വന്നത്. എൻ്റെ പൊന്നിക്ക, നിങ്ങൾ അങ്ങനെ ചിന്തിക്കല്ലേ. അങ്ങനെ നമ്മൾ ചിന്തിക്കാനേ പാടില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചിന്തിക്കരുത് ഒരിക്കലും. ചിന്തിക്കുക എന്ന് വെച്ചാൽ നമുക്കത് എന്തൊക്കെ തന്നെയായാലും അതൊരു വിഷമാവും. അത് അവൾ അങ്ങനെ പറയുമ്പോൾ. എന്നാൽ അത് നുസൈബ വീണ്ടും അങ്ങോട്ട് ചെല്ലുന്നു. അതെ സൗദത്ത, ആ കുഞ്ഞിനെ ഇങ്ങ് തരൂ, എനിക്കൊന്ന് പാല് കൊടുക്കാനാണ്. അതെ, ഞാൻ കൊടുക്കാൻ വേണ്ടി നോക്കുകയാണ്. എനിക്ക് കിക്കിളിയാകാണ്. എന്നാൽ ഷമ്മാസ് അത് കേട്ടു. അവന് ദേഷ്യമാണ് വന്നത്. ഒരു നിമിഷം അവന് തോന്നിപ്പോയി, ഛേ, ഉമ്മ ഉണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. നുസി, അവൻ ഉറക്കെ വിളിച്ചു. എന്തിക്ക? ഇവിടെ വന്നേ, കുഞ്ഞിനെ എടുത്തേ. ആ കുഞ്ഞിനെ തരീട്ടോ. അവൾ എടുത്തുനിന്ന് കുഞ്ഞിനെ വാങ്ങി. എൻ്റെ മോൾക്ക് പാല് കൊടുക്കേണ്ട അവൾ, അതെനിക്ക് ഇഷ്ടമല്ല. എന്തിക്ക നിങ്ങളിങ്ങനെ പറയുന്നത്? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പാടുണ്ടോ? സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കാതെ മറ്റൊരാളുടെ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഇവൾക്കെന്താ ഭ്രാന്തുണ്ടോ? ഇക്ക, അവൾക്ക് അങ്ങനെ തോന്നായിരിക്കും. അങ്ങനെ തോന്നാൻ പാടില്ലല്ലോ. എന്താ അവൾക്ക് അങ്ങനെ തോന്നാൻ? അങ്ങനെ ഒരിക്കലും തോന്നാൻ പാടില്ല. ആഹാ, അവൾ ആള് തിരക്കിടില്ലല്ലോ. അങ്ങനത്തെ ചെറ്റത്തരത്തിനൊന്നും ഞാൻ കൂട്ടു നിൽക്കൂല. എനിക്കത് ഇഷ്ടമല്ല. അവൾക്ക് കുഞ്ഞുണ്ട്. ഉമ്മ എത്രയോ പറഞ്ഞു, ഉമ്മ പാലുണ്ടാവാൻ വേണ്ടി അവൾക്ക് പാല്, മുരിങ്ങയില, അത് ഇത്, ലിവർ, ബോട്ടി, അങ്ങനെ പല പല സാധനങ്ങൾ, നല്ല ഔഷധങ്ങൾ കൊടുത്തു. എന്ത് കൊടുത്തിട്ടും എന്താ ആ കുഞ്ഞിനോട് കൊടുത്തോ? ഇല്ല, അവൾക്ക് വാശിയാണ്. നവാസ്ക വരെ സങ്കടപ്പെട്ടതാണ്. എൻ്റെ നവാസ്ക ഇനിയും സങ്കടപ്പെടാൻ ഞാൻ സമ്മതിക്കൂല. എന്താന്നില്ലേ, സ്വന്തം കുഞ്ഞിന് പാല് കൊടുക്കാതെ എൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ട് അവൾ പാല് കൊടുക്കുന്നു. ഇക്കാങ്ങൾ ക്ഷമിക്കേ, ഉമ്മ ഇല്ലാത്ത അവസ്ഥയിൽ നമ്മളിങ്ങനൊന്നും പറയാൻ പാടില്ല. നുസി, എൻ്റെ കുഞ്ഞിന് പാല് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കത് പൊരുത്തല്ല. ശരിക്കും ഷമ്മാസിൻ്റെ വാക്കുകൾ കേട്ട നുസി ഞെട്ടിപ്പോയി. ഇക്ക, ഇത്ര വാശി പാടില്ല. ഇത്രയൊന്നും, ഇത് കുറച്ച് കൂടുതലാണ്. എന്തെങ്കിലും ഇങ്ങനെ എത്രമാത്രം വാശി പിടിക്കാൻ? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? ഞാൻ അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്തിൻ്റെ കേടാണ്? അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പാടുണ്ടോ? നിങ്ങൾക്ക് എന്ത് ഭ്രാന്തുണ്ടോ? ഞാൻ കാര്യമായിട്ട് ചോദിക്കുകയാണ്. നിങ്ങൾക്ക് എന്താ? നുസി, എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം ചിലതൊക്കെ. വേണ്ടാത്തിന് നിൽക്കരുത്. എൻ്റെ കുഞ്ഞിനെ ഒരിക്കൽ പോലും കൊടുക്കരുത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പൊരുത്തല്ലാന്ന്. എന്നാൽ നുസൈബക്കൊന്ന് വല്ലാത്ത വിഷമായി. അവൾ നേരെ അതാ സൗദിയുടെ റൂമിലേക്ക് പോകുന്നു. സൗദത്ത, ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ശ്യാമോൻ പറഞ്ഞത് പാല് കൊടുക്കണ്ട എന്നാണ്. ഓ, കണ്ടില്ലേ? അപ്പം അങ്ങനെയായി. ഞാനൊരു പൊട്ടത്തി.
പൊട്ടത്തിയായിട്ട് എനിക്ക് പാല് കൊടുക്കാനൊക്കെ എൻ്റെ കുട്ടിയെ തന്നു. പക്ഷേ അത് എന്നെ കൊടുക്കാൻ സമ്മതിക്കണില്ലല്ലോ. എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ല. എനിക്ക് ഈ കുട്ടിയും മറ്റേ കുട്ടിയൊക്കെ എൻ്റെ കുട്ടികളെ പോലെ തന്നെയാണ്. എന്നിട്ടിപ്പോൾ ഞാനൊക്കെ എത്ര പ്രാവശ്യം എനിക്ക് എൻ്റെ കുട്ടിക്ക് പാലെടുക്കാൻ വേണ്ടി തന്നിക്കണ്. അതിത്താ നിങ്ങൾ പാല് കൊടുക്കാത്തതുകൊണ്ടല്ലേ ഞാൻ കൊടുത്തതല്ലേ, ഞാൻ കൊടുക്കൂലല്ലോ. അല്ല, എന്നാലും നമ്മളെ കുട്ടികളല്ലെന്ന് വിചാരിച്ചിട്ട് രണ്ടാളെ ഒരേ കണ്ണുകൊണ്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ. എനിക്ക് എൻ്റെ ഷാമോൻ്റെ കുട്ടിയായാലും നവാസ്ഖാൻ്റെ കുട്ടിയായാലും ഒക്കെ ഒന്ന് തന്നെ. എന്നാലും അങ്ങനെയല്ല. ഷാമോന് പറഞ്ഞത് എന്താണെന്നോ, നിങ്ങൾക്ക് മെഡിസിൻ കഴിക്കണോണ്ട് ക്ഷീണം ഉണ്ടാവും, അപ്പോൾ പാലും കൂടി കുടിച്ചു കഴിഞ്ഞാൽ അതിലേറെ ക്ഷീണിക്കും, അതാണ് പറഞ്ഞത്. അവൾ അത് കേട്ടപ്പോൾ പറഞ്ഞു, എനിക്കൊരു ക്ഷീണമില്ല. എന്ത് ക്ഷീണം? ഒരു ക്ഷീണം, എനിക്കിന് അസുഖമില്ലല്ലോ ക്ഷീണിക്കാൻ. എനിക്ക് പാലേ കൊടുക്കണേ ഒന്നും കുഴപ്പമൊന്നുമില്ല. എന്നാൽ മോനിക്ക് പാൽ കൊടുക്ക്. ആൺകുട്ടിയൊക്കെ പാൽ കൊടുത്താളേ കടിച്ചാണ് മുറിയാക്കലേക്കാരം. അതിന് പല്ല് വന്നിക്കണോ? പല്ലൊക്കെ വരുന്നുണ്ട്, കണ്ടില്ലേ? പല്ലൊക്കെ നേരത്തെ കാലത്തെ വരുന്നുണ്ട്, കണ്ടില്ലേ? ആ മോൻ്റെ വായ തുറന്ന് പിടിച്ചവൾ കാട്ടിക്കൊടുത്തു. അല്ല വേണ്ട, അങ്ങനൊന്നും ചെയ്യണ്ട. ശരിക്കും സൗദക്ക് ഭയം തോന്നി. പഠിച്ചവൻ ഇതിൻ്റെ അസുഖമൊന്നും മാറിയിട്ടില്ലേ എന്ന് കരുതി. എന്നാൽ ഷമ്മാസ് ആ ഭാഗത്തേക്ക് തന്നെ വന്നില്ല. എന്നാൽ ഈ സമയം അതാ സൗദ എണീറ്റ്. അല്ലാ, ഷാമോൻക്ക് ചായ ഒന്നും കൊടുത്തില്ലല്ലോ. ഞാൻ കൊടുത്തോളാം ഇത്താ, നിങ്ങൾ കുട്ടിയെ പിടിക്ക്. ഈ കുട്ടികളെ കളിപ്പിച്ചോ, ഞാൻ കൊടുത്തോളാം. അവൾ നേരെ അത് അടുക്കളയിലേക്ക് പോയി നല്ല രീതിയിൽ പാല് തിളപ്പിച്ച് അതിലേക്ക് നല്ല ബ്രൂ കോഫി ഇട്ട് ആവശ്യത്തിന് മധുരവും ഏലക്കായും ചേർത്ത് നല്ലൊരു ബ്രൂ കോഫി സെറ്റാക്കി. അതാ ഷാമോനെ, ഇത് ചായ. ശരിക്കും ഷമ്മാസ് ഞെട്ടി. നുസിയുടെ ആ ഒരു ചോദ്യത്തിന് മുമ്പിൽ അവൾ പറഞ്ഞു, അത് നുസി കുട്ടികളെ നോക്കുകയാണ്, ഇത് ചായ കുടിച്ചോളി, ക്ഷീണുണ്ടാവും. പിന്നൊന്നും ചായ ഒന്നും കുടിച്ചില്ലല്ലോ. സ്നേഹത്തോടെ കൊഞ്ചിയും കുഴഞ്ഞും അതാ അവൾ അവൻ്റെ അരികിലേക്ക്. ഞാൻ കുടിച്ചോളാം. നുസിയെ വിളിക്ക്. നുസി കുട്ടികളെ നോക്ക് പറഞ്ഞില്ലേ, ഇത് കുടിക്കിങ്ങളേ, ചൂടാടുന്നതിന് മുമ്പ് വേഗം കുടിച്ചോളി. സ്നേഹത്തോടെ ആ ഒരു വാക്കുകൾ ശരിക്കും ഷമ്മാസിന് എന്ത് പറയണമെന്നായിപ്പോയി. അതെ, ഭക്ഷണത്തിന് മുമ്പിലേക്ക് നമ്മളൊരിക്കലും വേണ്ടെന്ന് പറയുന്നത് ശരിയല്ല. നുസിയെ ചോദിച്ചു. നുസി കുഞ്ഞിനെ പാലെടുക്കുകയാണ്, കുട്ടികളെ നോക്കണമെന്ന് പറഞ്ഞപ്പോൾ ഷമ്മാസ് ആ ഒരു ചായയുടെ കോഫി എടുത്തു. ഷാമോനെ, കടി വേണ്ടേ? എന്താ കടി വേണ്ടത്? ഒന്നും വേണ്ട. പഴം പുഴുങ്ങണോ അതോ ചിപ്സ് വേണോ? ഒന്നും വേണ്ട, എനിക്കിത് മതി. അവൻ ആ കോഫിയുമായി അവിടെ നിന്ന് എഴുന്നേറ്റു. ഇരുന്ന് കുടിച്ചോളൂ, ഞാൻ എന്നാൽ കുറച്ച് ചിപ്സ് കൊണ്ടുവന്നരാം കേട്ടോ. വേണ്ട, എനിക്കിപ്പോൾ കടിയൊന്നും വേണ്ട, ഇത് മതി. അവൻ അപ്പോഴും അങ്ങനെയായിരുന്നു പറഞ്ഞത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അവൾ അപ്പോൾ തന്നെ അതാ കുറച്ച് ചിപ്സ് എടുത്ത് ഇതും കൂടി കടിച്ചു കൂട്ടുമ്പോഴേ കോഫിക്ക് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇല്ലേ? വേണ്ടെന്ന് പറഞ്ഞില്ലേ, എനിക്കിപ്പോൾ കോഫി മതി, ഓക്കെ. അവൻ അതുമായി അവിടെ നിന്ന് എഴുന്നേറ്റു. അവൻ നേരെ മുറ്റത്തെ ആ പൂന്തോട്ടത്തിലേക്ക് നടന്നു. അവിടെയുള്ള ആ ബെഞ്ചിലിരുന്നു. എന്നാൽ അതാ സൗദയും അങ്ങോട്ട് കടന്നു വരുന്നു. ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി. പഠിച്ചോനെ, ഇത് എന്തിനുള്ള ഉറപ്പാടാ റബ്ബേ. ഓഫ്, ഇവളത് എവിടെ പോയി കിടക്കുക? ഈ പെണ്ണിത് എവിടെ പോയി കിടക്കുക? ഇത് എൻ്റെ അടുത്തേക്ക് ഇത് വരണേ. എന്നാൽ അതാ ഷമ്മാസിൻ്റെ തൊട്ടടുത്ത ബെഞ്ചിലായിട്ട് സൗദ വന്നിരുന്നു. എന്ത് ഷാമോനെ ഇവിടെ നിന്നിരുന്നത്? പ്രകൃതി ഭംഗി ആസ്വദിച്ച് ചായ കുടിക്കാൻ നല്ല രസാലേ. എന്നാലും ഷമ്മാസിനെ പോലത്തെ ഒരാളെ കൂടെയൊക്കെ ജീവിക്കാൻ തന്നാലേ അത് വേറൊരു വൈബ് തന്നെ. നുസൈബയുടെ ഒരു ഭാഗ്യം. പിന്നെ നുസൈബക്ക് അതിലൊന്നും താല്പര്യമില്ലേ? അവളിങ്ങനെ റൊമാൻറ്റിക്കായിട്ടൊന്നും അങ്ങനെ ഇരിക്കും സംസാരിക്കൊന്നുമില്ല? ഒന്നുമില്ല. നിങ്ങൾക്ക് എന്ത് വേണ്ടത്? ഒന്നും വേണ്ട. ഷാമോൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുമ്പോഴേ വേറൊരു വൈബാണേ, അതാണ് ഞാൻ പറയുന്നത്. എന്നാൽ അതാ നുസൈബ കുഞ്ഞിനെ ഉറക്കിക്കെടുത്തി മറ്റേ കുഞ്ഞുമായി അതാ ഇവരെ തിരയുന്നു. എവിടെ ഇക്കാ? ഷാമോൻക്ക് എവിടെ? സൗദത്ത, രണ്ടുപേരെയും കാണുന്നില്ലല്ലോ. അവൾ സിറ്റൗട്ടിലേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആ ഒരു കാഴ്ച കണ്ട് അവൾ ഞെട്ടി. അവർ രണ്ടുപേരും പൂന്തോട്ടത്തിലുള്ള ആ ഒരു ബെഞ്ചിലതായിരിക്കുന്നു. അവൾക്ക് എന്ത് ചെയ്യണമെന്നായിപ്പോയി. ഒരു നിമിഷം അവൾ ഞെട്ടിപ്പോയി. പഠിച്ചോനെ, എന്താ ഇത്? അവരെന്താ? എന്നാൽ ഷമ്മാസ് എന്തോ പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നതും കണ്ടു. നുസൈബയുടെ മനസ്സിൽ തെല്ലൊരു വിഷമം തോന്നി. ഉമ്മ പോയപ്പോയേക്കും ഇങ്ങനെയൊക്കെ ആയോ? ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു. ഇതിപ്പോൾ എന്താ സംഭവം? രണ്ടുപേരും കോഫിയൊക്കെ ആയിട്ട് അവിടെ ദൂരെ പോയെന്ന് സംസാരിക്കുന്നു. എന്നാൽ അപ്പോഴേക്കും
നവാസിൻ്റെ കുഞ്ഞ് അതാ ഉണർന്നു. അല്ലാ, കുഞ്ഞുണർന്നോ? അവൾ വേഗം കുഞ്ഞിനെ ആട്ടിക്കൊടുക്കുവാൻ വേണ്ടിയിട്ട് അതാ പോകുന്നു. പാവം നുസൈബ. ചുരുക്കി പറഞ്ഞാൽ അവൾക്ക് ഉമ്മയില്ലാത്തത് കൊണ്ട് വല്ലാത്തൊരു വിഷമമുണ്ട്. എന്നാൽ അതിനിടയ്ക്ക് രാത്രിക്കുള്ള ഫുഡുണ്ടാക്കണം. അവൾ പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ ആട്ടിയുറക്കി ഫുഡുണ്ടാക്കുവാൻ വേണ്ടി പോയി. മോൾ അവിടെ കളിച്ച് കിടക്കുകയാണ്. അവളെ താഴത്ത് കിടത്തിയിട്ടുണ്ട്. ഉമ്മ പറഞ്ഞിട്ടുണ്ട്, പൊന്നാര മക്കളെ കട്ടുമ്മ കെടുത്തൊന്നും കുട്ടികളിട്ടിക്കാണ് പോലിട്ടങ്ങൾ പണി പിന്നെ എടുക്കുക കുട്ടികൾ ഉറങ്ങുമ്പോൾ. എന്നാലും കുട്ടികളെ കട്ടുമ്മ കെടുത്തിക്കാണ് നുളൊളിപ്പിച്ച് കാണിച്ച് പണിയേ എടുക്കരുത് എന്ന് നുസൈബയോട് ഉമ്മ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ പാവം അവൾ കുഞ്ഞിനെ അവിടെ താഴെ കിടത്തി. അവൾ രാത്രിയിലേക്കുള്ള ഫുഡുണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ്. അതെ, രാത്രി ഷാമോന് ചപ്പാത്തിയാണ് കഴിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അവൾ വേഗം ചപ്പാത്തിപ്പണി തുടങ്ങുകയാണ്. ചിക്കൻ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കറിയും വെക്കാം, കുറച്ചെന്തെങ്കിലും സാലഡ് ഉണ്ടാക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചു. എന്നാൽ ആ ഭാഗത്തേക്കൊന്നും അതാ സൗദ വന്നില്ല. അവൾ ഷമ്മാസ് പോകുന്നിടത്ത് ഷമ്മാസിൻ്റെ കൂടെയാണ് അവളുടെ നടപ്പ്. ചുരുക്കി പറഞ്ഞ ഷമ്മാസിന് അതൊരു അസ്വസ്ഥതയായി തോന്നി. ഷാമോന് ചായ എങ്ങനെ ഉണ്ടായിരുന്നു? ആ, കുഴപ്പമില്ല, ഉഷാറായിരുന്നു. ആ, ഓക്കെ, ഇന്ന് ക്ലാസ് ഇങ്ങ് തന്നേക്ക്. ആ, ഞാൻ കൊണ്ടുപോയി വെച്ചോളാം. അല്ല, ഇങ്ങ് തന്നേക്ക്. നിങ്ങൾ അവിടെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരുന്നോളൂ. എന്ത് പ്രകൃതി ഭംഗി? ഞാൻ പോയി നോക്കട്ടെ കുഞ്ഞ്. എൻ്റെ പൊന്നു ഷാമോനെ, ഇങ്ങ് തന്നേക്ക്. ആ, എന്താ അതിനെ? അവൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് ആ കോഫി കപ്പ് വാങ്ങുന്നു. ഇങ്ങ് തന്നേക്ക്, ഞാൻ കൊണ്ടുപോയി വെച്ചോളെന്ന് പറഞ്ഞില്ലേ. എന്നാൽ പാവം നുസൈബ അടുക്കളയിൽ നല്ല പണിയിലാണ്. കുഞ്ഞാണെങ്കിൽ അടുക്കളയിൽ കിടത്തിയിട്ടുണ്ട്. ഷമ്മാസ് അതാ അങ്ങോട്ട് ചെല്ലുന്നു. അപ്പോൾ തന്നെ നുസി, ആ ഇക്ക, മോനുറങ്ങി. ആഹാ, ഇതാരാ? മോൾ അടുക്കളയിൽ ഒരു ഷീറ്റിൽ കിടത്തിയിരിക്കുകയാണ്. നുസി, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്തേലും ചെയ്തേര്. എൻ്റെ പൊന്നിക്ക് ഒന്നും വേണ്ട, കുട്ടീൻ്റെ അടുത്ത് ഇരുന്നാൽ മതി. കുട്ടിക്ക് ഒരാളിങ്ങനെ വേണം കണ്ടിരിക്കാൻ. ആൾ ഓളടുത്തുനിന്ന് പോയി കഴിഞ്ഞാൽ കരച്ചിൽ തുടങ്ങും. മറ്റേത് ഉമ്മാൻ്റെ അടുത്തല്ലേ എപ്പോഴും ഉണ്ടാകല്. എവിടെ ഇപ്പച്ചിൻ്റെ മോളൂ? എന്നാൽ അപ്പോഴേക്കും അത് സൗദ അങ്ങോട്ടെത്തി. എന്താ നുസിത്ത, ഞാൻ ചെയ്യൂല ഇതൊക്കെ, ഞാൻ ചെയ്തോളാം ഇതൊക്കെ. ആ, അല്ലെങ്കിൽ വേണ്ട, കുഞ്ഞിനെ ഞാൻ എടുത്തോളാം. അവളതാ വേഗം മോളെ എടുത്ത് അതാ പുറത്തേക്ക്. ഷാമോന് വാ, നമുക്ക് ഇവിടെ ഇരിക്കാം. എന്നാൽ നുസൈബക്ക് അത് കേട്ടപ്പോൾ നുസൈബ് പറഞ്ഞു, ഇക്ക നിങ്ങൾ വിളിക്കണേ? ആ, അവൾ പോയിരുന്നോട്ടെ, ഞാൻ ഇല്ല. എന്തൊക്കെ പാവല്ലേ, അത് മോള് ഉള്ളതാണ് കേട്ടോ. ശരിക്കും ഷമ്മാസിന് ചെറിയൊരു ഭയം തോന്നി. കാരണം അവൾ അത്ര ഓക്കെയാണെന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ മുസ്ലിംങ്ങൾ പറഞ്ഞ പോലെ ശ്രദ്ധിക്കണം, പറയാൻ പറ്റില്ല, ഏത് നിമിഷവും മൈൻഡ് മാറും എന്നൊക്കെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ശരിക്കും ഷമ്മാസിന് ചെറിയൊരു പേടിയുണ്ടായിരുന്നു. മോളെയും കൊണ്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. എന്നാൽ ഈ സമയത്ത് ഇനി പുറത്തേക്ക് പോകണ്ട എന്ന് പറയാൻ ഒരു പക്ഷേ പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ എന്തേ വിചാരിക്കോ? ആ, പിന്നെ സൗദ, കുഞ്ഞിനെ ഈ സമയം പുറത്ത് കൊണ്ടുപോകാൻ ഉമ്മ സമ്മതിക്കാറില്ലല്ലോ. ഷമ്മാസ് പറഞ്ഞു, എൻ്റെ പൊന്നു ഷാമോനെ, ഈ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ എന്നാ കഴിയാന്നാവും. കാരണം കുഞ്ഞെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് സന്തോഷമല്ലേ. എനിക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാണ് കുഞ്ഞിനെ. ഈ കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോഴേ എനിക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. പക്ഷേ ഷാമോനെ, എനിക്ക് നല്ല ടെൻഷനായൊരു കാര്യമുണ്ട് കേട്ടോ. എന്നാലും എന്നോട് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്താ? ഒന്നുമല്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ അമ്മിഞ്ഞ് കൊടുക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ഷമ്മാസിന് ദേഷ്യം പിടിച്ചു. അതെ, സ്വന്തം കുഞ്ഞിന് കൊടുത്തിട്ടില്ല മറ്റുള്ളവർക്ക് കൊടുക്കുക. സ്വന്തം കുഞ്ഞിന് ഇതുവരെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ? ശരിക്കും ഷമ്മാസ് ദേഷ്യപ്പെട്ടു. ഷാമോൻ ദേഷ്യപ്പെടല്ലേ, എന്തിനാ ദേഷ്യപ്പെടുന്നത്? ഞാൻ അതിന് മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും ദേഷ്യപ്പെട്ടോ? ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ആയിക്കോട്ടെ, അല്ലെങ്കിലും എന്നെ ആർക്കും ഇവിടെ കണ്ടുകൂടല്ലോ. ഞാൻ പാവപ്പെട്ടവളല്ലേ, ഞാൻ ഭംഗിയില്ലാത്തവളല്ലേ. ആയിക്കോട്ടെ, അല്ലെങ്കിലും പാവങ്ങളെല്ലാവരും ഒരുപാട് ഉപദ്രവിക്കും, ഒരുപാട് കഷ്ടപ്പെടുത്തും. സാരമില്ല, എൻ്റെ ജീവിതം ഇങ്ങനെ. എന്നാൽ അവൾ വളരെയധികം സങ്കടപ്പെട്ടപ്പോൾ ഷാമോൻ പറഞ്ഞു, അതെ, ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഉള്ള കാര്യം പറഞ്ഞതാണ്. ഷാമോൻ അങ്ങനെയല്ലായിരുന്നു. ആദ്യം നല്ല തമാശയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോഴേ ഭയങ്കര സ്ട്രിക്റ്റിലാണ് എന്നോട് സംസാരിക്കുന്നത്. ഷാമോനെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഞാനൊന്നും ചെയ്തില്ലല്ലോ. ഒക്കെ എൻ്റെ ഉമ്മയല്ലേ ചെയ്തത്, എൻ്റെ ഉമ്മാൻ്റെ പണിയല്ലേ അതൊക്കെ. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്തിനാ എന്നെ ഇത്രമാത്രം നിങ്ങളൊക്കെ ദേഷ്യപ്പെട്ട്
ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്നെ വിഷമിപ്പിക്കുന്ന എന്തിനാ? എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? സൗദ, ഒന്നും ഉണ്ടായിട്ടല്ല. നിങ്ങളുടെ പ്രവൃത്തി, അതുകൊണ്ടാണ് ഞാൻ ദേഷ്യപ്പെട്ടത്. ഒരിക്കൽ പോലും എൻ്റെ കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു മോനുണ്ട്, അതിന് കൊടുക്കണം. അതിനാണ് കൊടുക്കേണ്ടത്. അത് ആൺകുട്ടിയാണ്. ഒരു പെൺകുട്ടിക്ക് കുടിക്കുന്ന പാലിൻ്റെ അളവല്ല ആൺകുട്ടി കുടിക്കുക. എൻ്റെ ഷാമോനെ, നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞ് മനുഷ്യനെ ഇങ്ങനെ വിഷമിപ്പിക്കാൻ പാടില്ല കേട്ടോ. എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്ക് ഉപ്പയാണെങ്കിൽ കൂടെയില്ല, ഭർത്താവാണെങ്കിൽ ബിസിനസ്സിന് വേണ്ടി വേറെ സ്ഥലത്ത്, ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല. നിങ്ങളുടെയൊക്കെ ഈ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് വിഷമം വരൂലേ? സോറി, ഞാൻ ഇനിയൊന്നും പറയൂല. സൗദ ഷമ്മാസിൻ്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞു. ശരിക്കും ഷമ്മാസ് ഞെട്ടി. അതെ, ഞാൻ ഒന്നുകൊണ്ട് പറഞ്ഞതല്ല, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. മോൻ്റെ കാര്യം ആലോചിച്ചിട്ടേ. മോനിപ്പോൾ നുസീബ് ഇഷ്ടം പോലെ പാല് കൊടുക്കുന്നുണ്ടല്ലോ, അതിപ്പോൾ ഞാൻ വേറെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഞാൻ മെഡിസിൻ എന്തൊക്കെ കുടിച്ച് പാലൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഉണ്ടായിക്കണം എനിക്ക്. മോൾക്ക് കൊടുക്കാനൊക്കെ എൻ്റെ അടുത്തുണ്ട്, മോൻ കൊടുക്കാനില്ല. ശരിക്കും ഷമ്മാസിന് അവളുടെ വാക്കുകൾ കേട്ടപ്പോൾ കലിയാണ് വന്നത്. അവൻ കാര്യമായിട്ട് ഒന്നും മിണ്ടിയില്ല. കുഞ്ഞിനങ്ങ് തന്നേക്ക്. കുഞ്ഞിനെ അവൻ വാങ്ങി. നേരെ നുസൈബയുടെ അരികിൽ അവൾ പത്തിരി ചപ്പാത്തി പരത്തുകയായിരുന്നു. ഇക്ക, നുസി, ഉമ്മ ഇല്ലാതെ ശരിയാവില്ലടി. എന്തിക്ക? അല്ല, ഒന്നുമില്ല. ഓളോരോ പൊട്ടത്തിലെ വർത്താനം പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ദേഷ്യം പിടിക്കണം. എൻ്റെ പൊന്നിക്ക സുഖമില്ലാത്തതാണ്. കുറച്ചൊക്കെ നമുക്ക് കണ്ടറിയാം. കരുതി കൂട്ടിപ്പോൾ ആരും അങ്ങനെയൊന്നും കാട്ടൂലല്ലോ. എപ്പോഴും സുഖമില്ലാത്ത പറഞ്ഞ് അവളങ്ങനെ ആയി തീർന്നിട്ടുണ്ട്. ഇപ്പോൾ അവൾക്ക് എന്തും ചെയ്യാൻ പറയാമെന്നുള്ള ചിന്താഗതിയായിട്ടുണ്ട്. എന്താ അപ്പോൾ ഇതിനൊക്കെ ഞാൻ പറയാം? എനിക്ക് അറിയാൻ മേലായിട്ട് ചോദിക്കണേ. സത്യം പറഞ്ഞാൽ കൊണ്ടാക്കാണ് വേണ്ടത്. എങ്ങോട്ട്? ആരാരും ഇല്ലാത്ത വീട്ടിലേക്കോ? അതെ, അവിടെ ആയിരിക്കും നല്ലത്. പിന്നെ നവാസ്ക്ക് വരുമ്പോൾ എന്താ ചെയ്തോട്ടെ, കൊണ്ടാക്കുകയായിരിക്കും നല്ലത്. ഇവിടെ നിർത്തിയാലേ ഇതിപ്പോൾ സംഭവം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. എൻ്റെ പൊന്നിക്ക, ഓള് ബുദ്ധിമോശം കൊണ്ട് എന്തെങ്കിലും പറയേണ്ടി വിചാരിച്ചിട്ടുണ്ട്. അതൊക്കെ കാര്യമാക്കണം നിങ്ങൾ. എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? കുഞ്ഞിന് പാല് കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ. സത്യം പറഞ്ഞാൽ എനിക്കതിനോട് താല്പര്യമില്ലെന്ന് പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞു നിനക്ക് നിൻ്റെ കുഞ്ഞില്ലേ, അതിന് നീ ഫസ്റ്റ് കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾ ആൺകുട്ടിയെ കൊടുക്കാനുള്ള പാലിൻ്റെ അടുത്തില്ല, പെൺകുട്ടിയൊക്കെയുള്ളതേ ഉള്ളൂ. എന്തൊക്കെയാണ് അവൾ പറയണത്? സത്യം പറഞ്ഞാൽ എനിക്ക് അകെ വെറുത്തു പോകണത്. ഇതിപ്പോൾ ഞാൻ ഉമ്മാനെ വിളിക്കട്ടെ. ഷമ്മാസ് ഉമ്മയെ വിളിക്കുവാൻ വേണ്ടി ഫോൺ എടുക്കുകയാണ്. ഇക്ക, ഒന്നും പറയണ്ട, ഇന്ന് ഏതായാലും ക്ഷമിക്കേ. ഇനിയും തുടരുകയാണെങ്കിൽ നമുക്കാക്കെ ഏതായാലും അവർ അങ്ങനെ ആ ഒരു വിഷമത്തിൽ നിൽക്കല്ലേ. കാരണം എന്താണെന്ന് വെച്ചാലേ അവർ ഏതായാലും സെമീറത്തിയുടെ പ്രസവത്തിനോടനുബന്ധിച്ച് അങ്ങനെ നിൽക്കല്ലേ. ഇനിയിപ്പോൾ ഉമ്മയെ വിഷമിപ്പിക്കണ്ട, ഉമ്മയെ വിളിക്കണ്ട. എന്നാൽ ഈ സമയം അതാ സെമീറ, അവൾക്ക് എന്തൊക്കെയോ ഒരു പൊറുതിയേടൊക്കെ ഉണ്ട്. മോളെ സെമിയെ. ഉമ്മ, എന്തടി? ഒന്നുമില്ലമ്മ. എന്തേ, കൊളത്തിപ്പൊടി എന്തെങ്കിലും ഉണ്ടോ? ഏയ്, അതൊന്നുമില്ല. ചിലപ്പോൾ ഒരു 8 ദിവസം മുമ്പ് അങ്ങനെ തുടങ്ങലൊക്കെ ഉണ്ട്. കൊളത്തിപ്പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് സാരമില്ല, ഒക്കെ മാറിക്കോളും കേട്ടാ. വല്ല അങ്ങനെ നടന്നോളും. എന്നാ ഈ വെള്ളം എന്നാണ് കുടിച്ചാളേ. ഉമ്മ, എന്തേ കുട്ടിയെ, എന്തെങ്കിലും ഉണ്ട് എനിക്ക് പൊറുതിയോട്? കാൽമലൊക്കെ നല്ലോണം നീരുണ്ട്, കണ്ടില്ലേ? നീരൊക്കെ പ്രസവം എടുക്കുമ്പോൾ ഉണ്ടാകുന്നതാണ്. പഠിച്ചവനെ, ഒരു കുഴപ്പമില്ല, റാത്തോട് കൂടി കഴിഞ്ഞിട്ടിയാൽ മതി. ഇനി പരീത്ത് ആലോചിക്കുമ്പോൾ അതിലേറെ ഇടങ്ങാറുണ്ട്. ഇനിയിപ്പോൾ അതാണ് കണ്ണുമ്പ. എൻ്റെ ഷാമോനെ ഉദ്ദേശിച്ചതാണല്ലോ. ഏതായാലും സൗദ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ ഒരു സമാധാനക്കേടാണ്. ഏതായാലും ഒരു പിരാന്തത്തിൽ വന്നു കൂടിയത്. പഠിച്ചവനെ മാറ്റി കൊടുക്കട്ടെ, ഒക്കെ പഴയ നല്ല ബുദ്ധി കൊടുക്കട്ടെ റഹ്മാനെ. അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞവനെ പറഞ്ഞിട്ട് കാര്യമില്ല, അതിന് മരുന്നില്ല. ഉറങ്ങണോലെ നമുക്ക് ഉണർത്താം, പക്ഷേ ഉറക്കം അടിക്കണോലെ ഉണർത്താൻ നമുക്ക് കഴിയൂല. അത് പ്രയാസമാണ്. ഏതായാലും പഠിച്ചവനെ അള്ളാ, നീ കാത്ത് രക്ഷിക്ക്. ഞാൻ ഇപ്പോൾ പരീക്കണ്ട ആലോചിച്ചിട്ടില്ല. ഞാനിപ്പോൾ എൻ്റെ പ്രസവവും കാര്യങ്ങളൊക്കെ ഒന്നുകൊണ്ട് കഴിയട്ടെ വിചാരിച്ചിരിക്കുക. എന്താ ഉമ്മാനിട്ട് കുറച്ച് വെള്ളം കുടിച്ചാണിതാ, വെള്ളം ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ കുടിച്ചോളി. ഉമ്മ, സത്യം പറഞ്ഞാൽ സെമീറാക്ക് നല്ല പ്രശ്നമുണ്ട്, നല്ല പ്രയാസം. നടക്കാൻ വരെ കഴിയാത്ത അവസ്ഥയാണ്. പഠിച്ചവനെ ഒക്കെ ഒന്ന് കഴിഞ്ഞുകൂടി കിട്ടിയാൽ മതിയായിരുന്നു. ഞാനിപ്പോൾ എന്താ കാട്ടെ? ഞാനാണെങ്കിലും പണ്ടത്തെ കാലത്താണെങ്കിൽ ആശുപത്രിക്ക് കൊണ്ടുപോകില്ലേനോ. ഇപ്പോൾ പിന്നെ ഇതിങ്ങനെയൊക്കെ ആകുമ്പോൾ കൊണ്ടാകാതെ ഒരു ഓപ്പറേഷൻ വേണമെന്ന് അറിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. നിൽക്കാനും വെജല്ലോ. ഏതായാലും ഏതൊക്കെയാവോ അള്ളാഹു പോലെ. ഒന്നുമില്ല, ഞാൻ മതിയൊന്നും. എടി സെമിയെ, എൻ്റെ കുട്ടി പേടിച്ചെന്തട്ടാ. ഉമ്മ, എനിക്ക് പേടിയൊന്നുമില്ല അമ്മ. പിന്നെ എന്താ മോൾക്ക്? ഉമ്മ, അവൻ്റെ കാലൊക്കെ ഒരു കുളത്തിപ്പൊടി ഇങ്ങനെ തുടങ്ങുന്നുണ്ട്. കാലിന് കുളത്തിപ്പൊടി ഉണ്ടോ?
ആ ചിലപ്പോൾ ഒരു കൊളുത്തലുണ്ടാവും. 8-ാം മാസം മുതൽ തന്നെ എനിക്കൊക്കെ ഉണ്ടായിരുന്നു 7-8 ആകുമ്പോഴത്തേന് കൊളുത്തിപ്പൊടി. പക്ഷെ കൂടുതൽ കൊളുത്തലുണ്ടെങ്കിൽ പറയണം കേട്ടോ. മെല്ലെ മെല്ലെ ഇങ്ങനെ നടന്നോ. ഇനിയിപ്പോൾ വല്ലാതൊന്നും എന്നെക്കൊണ്ട് അനങ്ങാനും കുമ്പിടാനൊന്നും ബേക്കൂല. എനിക്കറിയാം എൻ്റെ പള്ളി എന്തൊക്കെ കണ്ടാൽ പഠിച്ചോനെ അള്ളാഹു പെട്ടെന്ന് ഷിഫിയാക്കി തരട്ടെ. ഒന്നും ഉണ്ടാവില്ല കേട്ടോ. യാ ലത്തീഫ് യാ സലാം, യാ ലത്തീഫ് യാ സലാം എന്നെ എങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ. പിന്നെ ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ അങ്ങനെ ഇങ്ങനെ ചൊല്ലിക്കൂട് കേട്ടോ. ഇനി പ്രസവവേദന കൊണ്ട് കൂടുമ്പോൾ യാ ലത്തീഫ് യാ സലാം എന്ന് പറഞ്ഞാൽ തന്നെ നല്ല മട്ടത്തിൽ സുഖപ്രസവം കൊണ്ടായി തീർന്നോളും. ഒരു കുഴപ്പവും വേണ്ട. മറിയമ്പൂ ഉണ്ട് ഇതിനോടെ പെരിയിൽ. അതിട്ട് വെള്ളം കുടിച്ചാൽ നല്ലതാണെന്നൊക്കെ പറഞ്ഞേക്കാം. നല്ല ഫലമാണ് അതിന്. ഏതായാലും അതൊന്ന് കിട്ടുമെന്ന് അവൻ്റെ ഷാമോനോടൊന്ന് വിളിച്ച് ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ തന്നെ ഐഷുമ്മ അത് ഫോൺ എടുത്തു. ഹലോ, ഉമ്മ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താ മോനെ വർത്താനം? ഉമ്മ റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഉണ്ട് കഴിഞ്ഞോണ്ടിട്ട്. അമ്മ വേറെ 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് ആ പെണ്ണിൻ്റെ ചേലും കോലും കണ്ടിട്ട് ഇട്ടുകാണ്ട് എനിക്ക് പോരാൻ തോന്നുന്നില്ല. അതുകൊണ്ട് ഉമ്മാൻ്റെ കുട്ടി നമ്മളെ പേര് ഉമ്മാൻ്റെ അൽമറിയിലുണ്ടേ മറിയമ്പൂവ്. അതാ അടുത്ത ഭാഗത്തുള്ള അറിയിലാണ് ഉമ്മ വെച്ചിക്കണത്. ഉമ്മാൻ്റെ കുട്ടി കുറച്ച് സംസം വെള്ളം ആയി തന്നെ ഞാൻ വെച്ചിട്ടുണ്ടാവും, മറിയമ്പൂവും വെച്ചിട്ടുണ്ടാവും. ഉമ്മാൻ്റെ കുട്ടി ഇനിയിപ്പോൾ ഇന്ന് വേണ്ട, നാളെ രാവിലെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഉമ്മാൻ്റെ കുട്ടി ഒന്ന് കൊടന്ന് തരേണ്ടിട്ടാ. പിന്നെ ഇന്നേരം പോകണ്ട, ഞാൻ ഓലെ കിട്ടുകാണ്ടേ. കുട്ടികളൊക്കെ എവിടെ ഉറങ്ങിയ? ഉമ്മ ഒരാൾ ഉറങ്ങിക്കണ്, ഒരാൾ എവിടെ ഉണ്ട്. നുസി എവിടെ? നുസി ഇവിടെ എന്താ പത്തിരി ചപ്പാത്തി എന്തോ ഉണ്ടാക്കുകയാണ്. ഇന്ന് ഇനിയിപ്പോൾ ചോറിട്ട് വെള്ളം വെറ്റിച്ചാൽ പോരേനെ. ഇനിയിപ്പോൾ എവിടെ മറ്റോളം എവിടെ ആവല്ലേ? അവിടെ ഉണ്ടുമ്മ, കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല. നല്ല മട്ടത്തിലാണ് കഴിഞ്ഞോടി. പറഞ്ഞിട്ടിപ്പോൾ എന്താ, കുറച്ച് സുഖമില്ലായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായാലേ കുറച്ച് ഇതുണ്ടാവും. അതാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട വെച്ചാൽ മതി കേട്ടോ. ഓളങ്ങനെ പലതും പറയൊന്നും കാര്യമൊക്കെ ഉണ്ടമ്മാൻ്റെ കുട്ടി കേട്ടോ. അങ്ങനെയത് അപ്പോൾ തന്നെ ഷമ്മാസ് നേരെ ഉമ്മയുടെ റൂമിലേക്ക് കയറുന്നു. ഉമ്മ പറഞ്ഞ സ്ഥലത്തു നിന്ന് ചാവി എടുത്തു. അവൻ അലമാര തുറന്നു. അലമാര തുറന്നപ്പോൾ ഉമ്മ പറഞ്ഞ അതേ സ്ഥലത്ത് ഇടതുഭാഗത്തായിട്ട് അതാ അറ തുറന്നു. അതിലൊരു കവറിൽ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു മറിയമ്പൂവ്. അതിൻ്റെ ഒരു ഭാഗത്തായിട്ട് 2 കുപ്പികളിലായിട്ട് സംസം വെള്ളവും സൂക്ഷിച്ചിട്ടുണ്ട്. അവൻ അത് തുറന്നു. അത് എടുക്കുവാൻ നിന്നപ്പോൾ പിന്നിൽ നിന്ന് ഒരു ശബ്ദം, ഷാമോനെ. ചിരിച്ചുകൊണ്ട് സൗദ തൻ്റെ അടുത്തേക്ക് വരുന്ന ആ ഒരു കാഴ്ച ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിത്തെരിച്ചു. എന്താ? ഞാൻ പേടിച്ചു പോയി. പെട്ടെന്നിങ്ങനെ എന്ത് ഷാമോനെ പേടിക്കാൻ? എന്താ ഉമ്മാൻ്റെ അലമാരയിൽ നിന്ന് എന്തെടുക്കണത്? ഞാൻ കണ്ടിട്ടോ. ഉമ്മ വന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. എന്തോ എടുത്തല്ലോ. എനിക്കൊരു സാധനം എടുക്കാൻ വന്നാണ്. ഉമ്മല്ലാത്ത സമയത്താണ് ഉമ്മാൻ്റെ അലമാര തുറക്കുന്നത്. കൊച്ചു കള്ള, ഞാൻ ആരോടും പറയില്ല. ഷാമോൻ എന്ത് വേണമെങ്കിലും എടുത്തോ, ഞാൻ ആരോടും പറയില്ല. പക്ഷേ പകരം എനിക്കൊരു സാധനം വേണം. സാധനം? എന്ത് സാധനം? ആരോട് പറഞ്ഞാലും പ്രശ്നമില്ല. എൻ്റെ ഉമ്മ വിളിച്ചിട്ടാണ് ഞാൻ അത് തുറക്കുന്നത്. ഉമ്മ വിളിച്ച് പറഞ്ഞതാണ് ഈ ഒരു സാധനങ്ങൾക്ക് എടുക്കാൻ വേണ്ടി. എന്ത് സാധനം? അതൊക്കെ ഉണ്ട്. അതെ, സൗദത്തെ ഒന്ന് പോയി തരുമോ? ഞാൻ സാധനം എടുക്കട്ടെ. എന്താ ഷാമോനെ, നമ്മളൊരു വീട്ടിലല്ലേ, എന്തെങ്ങനെയൊക്കെ? പിന്നെ ഞാൻ പറഞ്ഞ സാധനം എനിക്ക് തന്നില്ല കേട്ടോ. ശരിക്കും കൊഞ്ചി കൊഴിഞ്ഞുകൊണ്ട് ശരിക്കും വൃത്തികെട്ട രീതിയിലുള്ള ഓരോ ചോദ്യങ്ങളാണ് അവൾ ചോദിക്കുന്നത്. ഷമ്മാസിന് ദേഷ്യമാണ് പിടിക്കുന്നത്. അതെ, ഒന്ന് മാറി തരൂ പ്ലീസ്. എന്താ എന്നെ ആട്ടി പറഞ്ഞേക്കാൻ? ഞാനും ഇവിടുത്തെ ആളെന്നല്ലേ. അല്ലെങ്കിലും എന്നോട് ഇങ്ങനെ തന്നെയാണ് എല്ലാവർക്കും. അതുകൊണ്ടാണ് എനിക്ക് എപ്പോഴും ടെൻഷൻ വരുന്നതും മാനസിക രോഗി ഞാൻ ആകുന്നതും. അവൾ കരയുന്ന പോലെ അഭിനയിക്കാൻ തുടങ്ങി. അതെ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഞാൻ ഒന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. എനിക്ക് അത്യാവശ്യം ഒരു സാധനം ഇവിടെ നിന്ന് എടുക്കാണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോഴേക്കും നുസൈബ അങ്ങോട്ടേക്ക്, എന്തേക്കാ, എന്ത് പ്രശ്നം? നുസിയെ, അല്ലെങ്കിലും ഷാമോൻക്ക് എന്നോടൊരു വേറെ കാട്ടലുണ്ട്. ഇപ്പോൾ തുടങ്ങിയതാണ്. ആദ്യമൊന്നും അങ്ങനെയല്ലായിരുന്നു. ഇപ്പം ഞാൻ തമാശയെ കൂടെ ചോദിച്ചാണ് ഒരു കാര്യം. അപ്പോൾ എന്നോട് ദേഷ്യപ്പെടുകയാണ് ചെയ്തത്. എന്താ നുസി ഇങ്ങനെ കയ്യിൽ കാട്ടുക? നമ്മളൊരു വീട്ടിൽ കഴിയണമല്ലേ. എന്ത് ഷാമോൻക്ക് ഇങ്ങനെ? ഓളോട് ഇങ്ങനെയൊക്കെ നിങ്ങൾ പെരുമാറണോ? ശരിക്കും നുസൈബാക്ക് ദേഷ്യം പിടിച്ചിട്ട് അത് പറഞ്ഞു. അതെ, ഉമ്മ വരുന്നതാണ് നല്ലത്, അല്ല ഇവിടെ ഒന്നും ശരിയാവില്ല. നുസി, ഒന്നും മിണ്ടാതിരിക്കോ? മനസ്സിനൊരു സ്വസ്ഥത സമാധാനം തരുമോ? നുസൈബയോടായിരുന്നു ഷമ്മാസ് അപ്പോൾ ദേഷ്യപ്പെട്ടത്. അവനൊന്നും എടുക്കാതെ അലമാരയുടെ വാതിലടച്ച് പുറത്തേക്ക് തന്നെ ഇറങ്ങി. പഠിച്ചവനെ, ഇങ്ങനെ ഉണ്ടാവുമല്ലോ ഒരു സ്വഭാവം. ഒരു മനസ്സമാധാനത്തിൽ നിൽക്കാൻ പോലും പറ്റുന്നില്ല എന്ന് വെച്ചാൽ ഇത് വല്ലാത്തൊരു അതാപന്നെയാണ്. റബ്ബേ, നവാസ്ക്ക് വന്നിട്ട് വേഗം ഒന്ന് എവിടെയെങ്കിലും കൊണ്ടുപോയാൽ നല്ലതായിരുന്നു. അല്ലെങ്കിൽ വേറെ വീടെടുക്കുക, അല്ലെങ്കിൽ ഓലെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുക, എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ മതിയായിരുന്നു. അല്ലാതൊന്നും നടക്കൂല.
കയ്യൂല റബ്ബേ. ഷമ്മാസിന് ആകെപ്പാടെ ടെൻഷനായി. കാരണം അവനൊന്നനങ്ങിയാൽ അവൻ്റെ പിന്നാലെ അതാ സൗദ വരികയാണ്, കിന്നാരം പറഞ്ഞുകൊണ്ട്, ഷാമോനെന്ന് വിളിച്ചുകൊണ്ട്. ഷമ്മാസിന് മുഹ്സിൻ തങ്ങളുടെ വാക്കുകളാണ് ഓർമ്മ വന്നത്. ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, ഒരിക്കൽ പോലും പെണ്ണിൻ്റെ ചതിയിൽ വീഴരുത്, വീണു പോയാൽ അത് വെച്ചവൾ മുതലെടുക്കും. നോക്കിക്കോ, ശ്രദ്ധിക്കണം ഷാമോനെ. മുഹ്സിൻ തങ്ങളുടെ ആ ഒരു വാക്കുകൾ ഓർത്ത് ഷമ്മാസ് ഒരു നിമിഷം പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, പെണ്ണിൻ്റെ ഷർറിനെ തൊട്ട് നീ കാത്തു രക്ഷിക്കല്ലാ. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.